പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. കുടുംബ ബന്ധങ്ങൾ നിലനിർത്തുന്നതിൽ സ്നേഹത്തിനും പരസ്പര സഹകരണത്തിനും വലിയ പങ്കുണ്ട്. ഒരു കഥ കേൾക്കൂ. ദേഹം രണ്ട്, മനസ്സൊന്ന്. അമ്മേ, കിച്ചുവിന് സ്കോളർഷിപ്പ് കിട്ടി, ലച്ചുമോൾ ആഹ്ലാദത്തോടെ പറഞ്ഞു. അതെയോ, നന്നായി. മോൾക്കോ? മുത്തശ്ശി ചോദിച്ചു. അവളൊന്നും മിണ്ടാതെ മുറിയിലേക്ക് പോയി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അമ്മ അവളെ ആഹാരം കഴിക്കാൻ വിളിച്ചു. വേണ്ടമ്മേ, എനിക്ക് തലവേദനിക്കുന്നു, തീരെ വിശപ്പില്ല. അയ്യോ, അങ്ങനെ പറയരുത്, എന്തെങ്കിലും വന്ന് കഴിക്ക്. മുത്തശ്ശി പറഞ്ഞു. അത്താഴപ്പട്ടിണി കിടക്കല്ലേ മോളെ. അവൾ മനസ്സില്ലാ മനസ്സോടെ ഊണുമേശക്കരികെത്തി 2 വറ്റ് വാരി തിന്നിട്ട് മുറിയിലേക്ക് മടങ്ങി. അധികം വൈകാതെ 2-3 പൊതികളുമായി അച്ഛനെത്തി ലച്ചുമോളെ വിളിച്ചു. അച്ഛൻ നീട്ടി വിളിച്ചു. ലച്ചുമോളെ, ലച്ചു. അനക്കമൊന്നും കേൾക്കാത്തതുകൊണ്ട് മുറിയിൽ പോയി ലൈറ്റിട്ട് നോക്കിയപ്പോൾ അവൾ കമിഴ്ന്ന് കിടക്കുകയാണ്. അപ്പോഴേക്കും അമ്മയും കിച്ചുവും മുറിയിലെത്തി. മോളെ, ദാ നോക്ക് എന്ന് പറഞ്ഞ് കവർ അവൾക്ക് നേരെ നീട്ടി. ഒട്ടും താല്പര്യമില്ലാതെ എഴുന്നേറ്റ് ലച്ചു കവർ വാങ്ങി. മോനെ, നിനക്കും എന്ന് പറഞ്ഞ് കിച്ചുവിനും കൊടുത്തു. എനിക്ക് എന്തിനാ അച്ഛാ സമ്മാനം? കിച്ചുവിനല്ലേ സ്കോളർഷിപ്പ് കിട്ടിയത്? നിങ്ങൾ 2 പേരും അടുത്തിരുന്ന് പരസ്പരം ചർച്ച ചെയ്ത് പഠിച്ചതല്ലേ. അതിലൊരാൾക്ക് 1-2 മാർക്ക് കുറഞ്ഞു പോയതുകൊണ്ട് ആ ആൾ മോശക്കാരിയാകുമോ? അച്ഛൻ ചോദിച്ചു. ഉറപ്പായും വരുമെന്ന് പറഞ്ഞ് നീ പഠിപ്പിച്ച ചോദ്യങ്ങളെല്ലാം വന്നതുകൊണ്ടല്ലേ എനിക്ക് കിട്ടിയത്. പരീക്ഷയുടെ സമയത്ത് പനി ആയതുകൊണ്ട് 1-2 ചോദ്യങ്ങൾ കൃത്യമായി എഴുതാൻ പറ്റാത്തത് സാരമില്ല. എനിക്ക് കിട്ടുന്ന സമ്മാനങ്ങളെല്ലാം നിനക്ക് കൂടി ഉള്ളതാണ്. അതെ മോളെ, അവനൊന്നും വാങ്ങിയില്ലെങ്കിലും മോൾക്കുള്ള സമ്മാനവുമായിട്ടേ വരാവൂ എന്ന് വാശി പിടിച്ചതുകൊണ്ടാണ് നേരം വൈകിയിട്ടും സമ്മാനങ്ങളുമായി വന്നത്. അത് കേട്ടപ്പോൾ ലച്ചു കൂടുതൽ ഏങ്ങലടിച്ചു കരഞ്ഞു. കിച്ചു ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു. കരച്ചിൽ മാറിയ ലച്ചു പറഞ്ഞു, ഞാനിനി കരയില്ല. വരും വർഷങ്ങളിലുള്ള പരീക്ഷകളിലും നമുക്ക് ഒരുമിച്ച് പഠിക്കാം. സമ്മാനം കിട്ടിയാൽ കിട്ടട്ടെ. ഏതായാലും നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും സ്കോളർഷിപ്പ് കിട്ടിയല്ലോ, എനിക്ക് സന്തോഷമായി. ലച്ചുവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അച്ഛനും അമ്മയും പുഞ്ചിരിച്ചു. ലച്ചുവും ചിരിച്ചു.